കേരളം മാറി മാറി ഭരിച്ച ഇടതു വലത് സർക്കാരുകളും അവരുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പും പോലീസ് സേനയും ഒത്തുകളിച്ചപ്പോൾ നിരപരാധിയായ ഒരു വിദ്യാർത്ഥിക്ക്, ഒരു ചെറുപ്പക്കാരന് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ചെങ്ങന്നൂരിലെ വിശാൽ കൊലക്കേസാണ് വിഷയം. വിശാലിനെ കൊലപ്പെടുത്തിയ പ്രതികളെ എല്ലാവരെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു. മാവേലിക്കര സെഷൻസ് കോടതിയാണ് വെറുതെ വിട്ടത്. പ്രോസിക്യൂഷൻ ഇതിനെതിരെ അപ്പീൽ നൽകുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തുകൊണ്ടാണ് കോടതി ഇവരെ വെറുതെ വിട്ടത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. കോടതിക്ക് മുന്നിൽ തെളിവുകളാണ് പ്രധാനം. മുന്നിലെത്തുന്ന തെളിവുകളെ ആശ്രയിച്ചാണ് കോടതികൾ വിധി പറയുന്നത്. അല്ലാതെ കോടതികൾ വികാരപരമായല്ല ഒരു വിഷയത്തെ സമീപിക്കുന്നതും ആ കേസിൽ വിധി പറയുന്നതും. ഇത് അടിസ്ഥാന തത്വമാണ്. കോടതികളെ കുറ്റപ്പെടുത്താൻ നമുക്കാർക്കും അർഹതയില്ല, അധികാരവുമില്ല. കോടതികൾ അവരുടെ മുന്നിലെത്തുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച് വിചാരണ നടത്തി തലനാഴിഴ കീറി പരിശോധിച്ചിട്ടാണ് ഒരു വിധി പറയുന്നത്. കോടതികളെ അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യവുമില്ല. എന്നാൽ ഇവിടെ നമ്മുടെ പോലീസ് സേന, ആഭ്യന്തര വകുപ്പ്, കേരളം മാറി മാറി ഭരിച്ച ഈ ഇടതു വലതു മുന്നണികൾ, അവരുടെ കീഴിലുള്ള പോലീസ് കൃത്യമായി, അവരുടെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് കൃത്യമായി അന്വേഷിച്ച് തെളിവുകൾ കോടതിക്ക് മുന്നിൽ എത്തിച്ചോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെ എത്തിച്ചെങ്കിൽ കൂടി അതിൽ വെള്ളം ചേർക്കാനുള്ള പഴുതുകൾ അവർ ഇട്ടിട്ടില്ലേ എന്ന സംശയവും ഇവിടെ ഉയരുന്നുണ്ട്. നമുക്കറിയാം, ഈ 2012 ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. അന്ന് ഈ നവാഗതർക്ക് സ്വാഗതം പറയാൻ വേണ്ടി ABVP ഒരുക്കിയ പരിപാടിയിലെ പങ്കെടുക്കാനെത്തിയ വിശാൽ എന്ന 19കാരനെ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരർ, അങ്ങനെ തന്നെ പറയണം, നിരോധിക്കപ്പെട്ട സംഘടനയാണ് ക്യാമ്പസ് ഫ്രണ്ട്. പോപ്പുലർ ഫ്രണ്ട് എന്ന ഇന്ത്യയെ കണ്ടം തുണ്ടമായി വെട്ടിമുറിക്കാൻ ആഗ്രഹിക്കുന്ന, ഇന്ത്യയിൽ മതഭരണം ശരീഅത്ത് കൊണ്ടുവരാൻ അഹോരാത്രം പണിയെടുക്കുന്ന, വിയർപ്പൊഴുക്കുന്ന, അവിലും മലരും കുന്തിരിക്കവും വീട്ടിൽ വാങ്ങിച്ചു സൂക്ഷിച്ചോ എന്ന് ബാല്യം വിട്ടുമാറാത്ത കൊച്ചുകുട്ടികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്ന ഒരു സംഘടന, മതഭീകര സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ അപകടം തിരിച്ചറിഞ്ഞ് മോദി സർക്കാർ അവരെ നിരോധിച്ചു. ആ ഭീകര സംഘടനയുടെ കുട്ടിപ്പട്ടാളം എന്ന് പറയാവുന്ന ക്യാമ്പസ് ഫ്രണ്ട് ആണ്, കുട്ടി ഭീകരന്മാരാണ് 2012 ഈ ദാരുണ കൃത്യം ചെയ്തത്. ഈ വിശാൽ എന്ന ഈ യുവാവിനെ, ഈ ചെറുപ്പക്കാരനെ, കേവലം 19 വയസ്സും മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ, ഒരു കോളേജ് വിദ്യാർത്ഥിയെ അതിദാരുണമായി മാരകമായ ഒരു ആയുധം കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. മാരകമായി പരിക്കേറ്റ, കുത്തുകൊണ്ട് പരിക്കേറ്റ വിശാൽ ആശുപത്രിയിൽ ഒരു ദിവസം മരണത്തോട് മല്ലടിച്ച്, ഏതാണ്ട് 2 ദിവസത്തോളം മരണത്തോട് മല്ലടിച്ച് കിടന്നു. എല്ലാ ചികിത്സകളും അദ്ദേഹത്തിന് ലഭ്യമാക്കി. പക്ഷേ നമ്മെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട്, വിദ്യാർത്ഥി ലോകത്തിന് ഒരു തീരാ നഷ്ടം വരുത്തിക്കൊണ്ട് ആ കൗമാരം വിട്ടുമാറാത്ത യുവാവ് നമ്മെ വിട്ട് യാത്രയായി. അങ്ങനെ തന്നെ പറയണം. ആ ചെറുപ്പക്കാരൻ നിരവധി കഴിവുകളുള്ള നല്ല ഒരു വിദ്യാർത്ഥിയായിരുന്നു. മികച്ച പ്രാസംഗികൻ, മികച്ച സംഘാടകൻ, വിദ്യാർത്ഥികളുടെ ഉറ്റ തോഴൻ, അങ്ങനെയുള്ള ഒരു നല്ല ട്രാക്ക് റെക്കോർഡുള്ള, നല്ല സംഘടനാ പ്രവർത്തനം നടത്തുന്ന, നല്ല ABVP എന്ന വിദ്യാർത്ഥി സംഘടനയുടെ നെടുന്തൂണായ, ആ പ്രദേശത്തെ നെടുന്തൂണായ ഈ വിശാൽ എന്ന ഈ കൗമാരം വിട്ടുമാറാത്ത ആ യുവാവ് കൊലക്കത്തിക്കിരയായി. അങ്ങനെ ഇരയായപ്പോൾ നമ്മെ വലിയ വേദനയും ദുഃഖവും നമ്മിൽ ഉളവാക്കിയ സംഭവമാണ്. സമൂഹ മനസാക്ഷി ഞെട്ടിത്തെരിച്ചു. പക്ഷെ അതിനേക്കാൾ വലിയ ഞെട്ടൽ നടന്നത് ഈ കേസിന്റെ വിചാരണ വേളയിലാണ്. അവിടെ അന്ന് വിദ്യാർത്ഥികൾക്ക് സ്വാഗതമോദാൻ, നവാഗതരായ കുട്ടികളെ സ്വാഗതം ചെയ്യാൻ അവിടെ ABVPയും KSUവും SFIയും ഒക്കെ അവിടെ തങ്ങൾക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്ത് വേണ്ട ഒരുക്കങ്ങളെല്ലാം നടത്തി തയ്യാറായി നിന്നു. ഈ കൂട്ടത്തിലേക്കാണ് ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഭീകരന്മാർ നുഴഞ്ഞു കയറിയത്. പുറത്തു നിന്നെത്തിയ ആൾക്കാർ ഉൾപ്പെടെ അവിടെ നുഴഞ്ഞു കയറുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അന്ന് ഈ വിശാലിന് മാത്രമല്ല, ABVPയിലെ മറ്റ് 3-4 പേർ കൂടി ആക്രമിക്കപ്പെട്ടു. അതിൽ ഒരാളിന്റെ നില വളരെ ഗുരുതരമായി. പക്ഷെ പിന്നീട് ചികിത്സ കൊണ്ട് ആ ആള് രക്ഷപ്പെട്ട, ആ വിദ്യാർത്ഥി രക്ഷപ്പെട്ട് തിരിച്ചു വന്നു.
അവരുൾപ്പെടെ എല്ലാവരും ക്യാമ്പസ് ഫ്രണ്ടിനെതിരെ, ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഭീകരന്മാർക്കെതിരെ കൃത്യമായ മൊഴി കൊടുത്തു. പക്ഷേ അവിടെ അന്നുണ്ടായിരുന്ന ഇതിന് ദൃക്സാക്ഷികളായ KSUക്കാരും SFIക്കാരും നൽകിയ മൊഴി കേൾക്കണ്ടേ? ഞങ്ങൾ കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല, ക്യാമ്പസ് ഫ്രണ്ട് ഈ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്നില്ല, എന്തൊക്കെ നുണകളാണ് അവർ പറഞ്ഞു വിട്ടത്. കോടതിക്ക് മുന്നിൽ അവർ പോലീസിന് നൽകിയ മൊഴി അമ്പാടെ മാറ്റി പറഞ്ഞു. എന്തിനു പറയുന്നു? സ്വന്തം സഖാവായ അഭിമന്യു ഏതാണ്ട് 6-7 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്തെ മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ വെച്ച് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ SFI നേതാവ്, ഇപ്പോഴത്തെ DYFIക്കാരന് മൗനമായിരുന്നു മറുപടി. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇവിടത്തെ ഈ ഇടതു വലതു മുന്നണികൾ ഈ ഭീകരതയ്ക്ക്, പോപ്പുലർ ഫ്രണ്ടിന്റെ, ക്യാമ്പസ് ഫ്രണ്ടിന്റെ ഭീകരതയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്നല്ലേ? വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഈ മുന്നണികൾ ഈ രാജ്യത്തോടും ഇതിന്റെ സംസ്കാരത്തോടും പാരമ്പര്യത്തോടും സർവോപരി ഒരു നിരപരാധിയായ കൗമാരം വിട്ടുമാറാത്ത ഒരു യുവാവിനോടും ചെയ്തത് എത്ര ക്രൂരവും നിന്ദ്യവുമായ കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരത്തിൽ വിശാൽ എന്ന് പറയുന്ന ആ കുട്ടി, അങ്ങനെ തന്നെ പറയണം, ആ കൗമാരം വിട്ടുമാറാത്ത ചെറുപ്പക്കാരൻ തന്റെ ജീവിതം മുഴുവനും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന് നാടിന് മുതൽക്കൂട്ടാകണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്റെ ജീവിതം സമർപ്പിച്ച ആ യുവാവ്, 19കാരൻ, ഇങ്ങനെ ദാരുണമായി ഈ വർഗീയതയുടെ വെറി പിടിച്ച മതഭരണം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയുടെ അതിലെ ഭീകരന്മാരുടെ കൊലക്കത്തിക്കിരയായത് ആർക്കു വേണ്ടിയാണ് എന്ന് നമ്മൾ ഓർക്കണം. എന്തായാലും പ്രോസിക്യൂഷൻ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും, ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. വിശാലിന്റെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ഈ വിഷയത്തിൽ ഇവരോടൊപ്പം ചേരും എന്ന്, അതായത് പ്രോസിക്യൂഷനോടൊപ്പം ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പ്രോസിക്യൂഷൻ നടപടികളെ തടസ്സപ്പെടുത്താൻ സർക്കാർ വലിയ തോതിൽ ശ്രമിച്ചു. മാറി മാറി ഭരിച്ച ഈ മുന്നണി സർക്കാരുകൾ ശ്രമിച്ചു എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ അനുവദിക്കണമെന്ന വിശാലിന്റെ മാതാപിതാക്കളുടെ ആവശ്യം, അപേക്ഷ പോലും ചെവിക്കൊള്ളാത്ത സർക്കാരുകളാണിത്. ഒടുവിൽ ആ കുടുംബത്തിന് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അനുവദിപ്പിക്കാൻ. അങ്ങനെ സുപ്രീം കോടതി ഇടപെട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ അനുവദിപ്പിക്കുകയായിരുന്നു. ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇനി ഈ വിഷയവുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കും എന്ന ഉറപ്പാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. ഈ വിശാലിന്റെ ഘാതകർക്ക്, യഥാർത്ഥ കുറ്റവാളികൾക്ക് തീർച്ചയായിട്ടും ശിക്ഷ കിട്ടണം. അതിനുവേണ്ടി ABVPയും വിശാലിന്റെ കുടുംബവും സർവോപരി ജനാധിപത്യവാദികളും നടത്തുന്ന എല്ലാ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും പൊതുജനം പിന്തുണ നൽകേണ്ടതാണ്. നമുക്ക് കാത്തിരിക്കാം പ്രതീക്ഷയോടെ. വിശാലിന്റെ കൊലയാളികൾക്ക് അർഹിക്കുന്ന ഉചിതമായ ശിക്ഷ കിട്ടും, നീതിപീഠത്തിൽ നിന്ന് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം.